ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കാൻ പോകുന്നത്, ഞാൻ ഇതിനു മുന്നേയും ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇപ്പോഴും ഒരുപാട് പേർക്ക് സംശയവും ഒരുപാട് കൺഫ്യൂഷനുമുള്ള ഒരു കാര്യമാണ് വണ്ടി ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ടെടുക്കുന്ന സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിൻ്റ് ബാലൻസ് ചെയ്ത് വണ്ടി എടുക്കാനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല. ചിലപ്പോഴൊക്കെ എടുത്തു പോകുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വൈബ്രേഷൻ ഉണ്ടാവും. ഒരു കൃത്യമായിട്ടുള്ള ബാലൻസോടെ പലർക്കും എടുക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഞാൻ അതിനൊരു മാർഗം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിനെ കുറിച്ചുള്ള സംശയം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അതായത് ഹാഫ് ക്ലച്ചിൽ നമുക്ക് വണ്ടി ഓഫ് ആകാതെ ജെർക്കില്ലാതെ എടുക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇനി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത് ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തിട്ട് നിങ്ങൾക്ക് ഗുണമായെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പഴയ വാട്സപ്പിൽ ആരും കോൺടാക്ട് ചെയ്യരുത്. ആ നമ്പർ ഇപ്പോൾ എനിക്ക് നിലവിലില്ല. ഇപ്പോൾ പുതിയൊരു നമ്പറാണുള്ളത്. ആ ഒരു ഫോൺ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പഴയ നമ്പർ നിങ്ങൾ ആരെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, ഇനി നിങ്ങൾ എന്താണ് ഹാഫ് ക്ലച്ച് എന്നുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച്. അതായത് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനർ ചിന്തിച്ചു വെച്ചേക്കുന്നത്, നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യും, ബ്രേക്ക് കാല് വെച്ച് ഫുൾ ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് കാലയച്ച് വരുമ്പോൾ, അതായത് പകുതി കാലയച്ച് വരുന്നതാണ് ഹാഫ് ക്ലച്ച് എന്നാണ് പല ആൾക്കാരും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ അത് ഒരു കറക്റ്റായിട്ടുള്ള രീതിയല്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് കൃത്യമായിട്ട് തെറ്റാണ്. അപ്പോൾ എന്താണ് ഹാഫ് ക്ലച്ച് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയർ കൊടുത്ത് മുന്നോട്ടെടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് പതുക്കെ അയക്കുമ്പോൾ എപ്പോൾ നമ്മുടെ വണ്ടി റൺ ചെയ്ത് തുടങ്ങുന്നോ ആ തുടങ്ങുന്ന പോയിൻ്റാണ് ഹാഫ് ക്ലച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറയാൻ, ചില വാഹനങ്ങളിൽ നമ്മൾ ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലച്ചിൽ നിന്ന് എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ, അതായത് ആദ്യം തന്നെ എടുത്ത് തുടങ്ങുമ്പോൾ വണ്ടി നീങ്ങും. അത് ആ വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ചാണ്. ചില വണ്ടികളിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കാലയക്കണം, ഒരു പകുതിയോളം അടുത്തയക്കണം. അത് അടുത്തയക്കുമ്പോഴായിരിക്കും വണ്ടി അനങ്ങി തുടങ്ങുന്നത്. അതാണ് ആ വാഹനത്തിന് ഹാഫ് ക്ലച്ച്. ചില വണ്ടികളിൽ ഒരു 40% നമ്മൾ ക്ലച്ചിൽ നിന്ന് അയച്ചു വന്നു കഴിഞ്ഞാലായിരിക്കും വണ്ടി അനങ്ങി തുടങ്ങുന്നത്. ഇത് നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ വാഹനത്തിൻ്റെയും ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയച്ച് വരുമ്പോൾ എപ്പോൾ വണ്ടി റൺ ചെയ്ത് തുടങ്ങുന്ന പൊസിഷനാണ്. ആ ഒരു പൊസിഷനെയാണ് നമ്മൾ പ്രോപ്പർ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വൈബ്രേഷൻ ഇല്ലാതെ സ്മൂത്തായിട്ട് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വണ്ടി എടുക്കുന്നത് നിങ്ങളെ കാണിച്ചു. നിങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, എൻ്റെ കാല് ബ്രേക്ക് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, തുടക്കത്തിൽ ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു നിരപ്പ് റോഡിൽ വണ്ടി കൊണ്ടിടുക. ഇപ്പം ഒരു നിരപ്പായിട്ടുള്ള ഒരു സ്പേസിലാണ് ഞാൻ എൻ്റെ വണ്ടി ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇവിടെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് ഞാനിപ്പോൾ ഓൾറെഡി കാലെടുത്തിട്ടുണ്ട്. ഈ ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ പെഡലിൽ വെക്കുക. ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം ഹാഫ് ക്ലച്ചിനെ കുറിച്ച് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക. അതിന് നമ്മൾ ക്ലച്ചിൽ നിന്ന് അയച്ചെടുക്കുന്ന സമയത്ത് ആദ്യം വണ്ടി ഓഫ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേങ്കിൽ നിങ്ങൾ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. അതിന് ഇത്ര ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റ് ഗിയർ പ്രോപ്പറായിട്ട് കൊടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ കറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് പ്രോപ്പറായിട്ട് റിലീസ് ചെയ്തിരിക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുക. എത്ര പതുക്കെ അയക്കാമോ അത്ര പതുക്കെ അയക്കുക. ഇപ്പം നിങ്ങൾ നോക്കി, ഞാൻ ക്ലച്ചിൽ നിന്ന് പതുക്കെ അയച്ചു വരുവാണ്. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു പകുതിയോളം അടുത്ത് ഞാനിപ്പോൾ അയച്ചു. എന്നിട്ട് നമ്മുടെ വണ്ടി അനങ്ങി തുടങ്ങിയിട്ടില്ല, കണ്ടില്ലേ? അപ്പോൾ ഇത് ഹാഫ് ക്ലച്ചാണ് ഈ വണ്ടിയുടെ അല്ല. ഇപ്പോൾ പകുതിയോളം അയച്ചു. ഇപ്പോൾ അതിന് മേളിലേക്ക് കുറച്ചും കൂടെ അയഞ്ഞു വന്ന സമയത്ത് ഇത് വണ്ടി ചെറുതായിട്ടൊന്ന് ഇവിടെ അനങ്ങുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കുക, നിങ്ങളെ ഞാൻ കാണിക്കാം. ഇപ്പോൾ കറക്റ്റ് ആ പോയിന്റിൽ നിൽക്കുകയാണ്. ഇപ്പം ഞാൻ ആ പോയിന്റിൽ വെച്ചിട്ട് ഇതേ പതിയെ കാല് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇത് പതിയെ മുന്നോട്ട് അനങ്ങുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇത് പതുക്കെ അയക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി ഇവിടെ ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പതുക്കെ അയക്കുവാണ്. പതിയെ അയക്കുമ്പോൾ ഇത് എൻ്റെ വണ്ടി അനങ്ങി പോകുന്നുണ്ട്. കണ്ടോ? ഇതാണ് ഈ വണ്ടിയുടെ ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ റണ്ണിങ് പോയിന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. വീണ്ടും ഫുൾ ക്ലച്ച് അങ്ങ് ചവിട്ടുക. ചവിട്ടി താഴ്ത്തിട്ട് ബ്രേക്കിലേക്ക് വരിക. ഇപ്പം ഞാൻ ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്കേ വന്ന് ഇതേ വണ്ടി ഇവിടെ ചവിട്ടി നിർത്തി. ഇപ്പം നമ്മൾ ആ ബാക്ക് സൈഡിൽ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വന്നിട്ടുണ്ട്.
ഇങ്ങനെ നിങ്ങൾ ഒരു നിരപ്പ് റോഡിൽ വണ്ടിയെ മുന്നോട്ടെടുക്കുക, ആക്സിലറേഷൻ കൊടുക്കാതെ എടുക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ റണ്ണിങ് പോയിന്റിൽ വന്നിട്ട് വീണ്ടും പതിയെ കാല് താഴോട്ട് താഴ്ത്തി കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ വീണ്ടും എടുക്കുക. ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നില്ല, നിങ്ങളെ ഞാൻ കാണിക്കാം. ഇതേ ഇവിടെ ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് ഇതേ പതുക്കെ കാലയക്കുന്നു. ഇപ്പോൾ ഏകദേശം പകുതി വന്നു. പകുതിയും കഴിഞ്ഞ് കുറച്ചും കൂടെ ഒന്ന് അയക്കുന്ന സമയത്ത് ഇതേ ഇപ്പോൾ വണ്ടി പതിയെ അനങ്ങി തുടങ്ങുവാണ് നമ്മുടെ വണ്ടി. ഇതേ ഞാൻ ആ പോയിന്റിൽ വന്നിട്ട് പതുക്കെ അയക്കുകയാണ്. പതുക്കെ അയക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി ഇതേ ഇവിടെ പതുക്കെ മുന്നോട്ട് നീങ്ങുകയാണ്. പതിയെ അയക്കുന്നു. ആ റണ്ണിങ് പോയിന്റ് കറക്റ്റ് ഞാൻ ആ ഹാഫ് ക്ലച്ചിൻ്റെ ഇപ്പോൾ ആ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന പോയിന്റിലാണ് കാല് വെച്ചേക്കുന്നത്. ദേ ഇപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ സ്ലോ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ റണ്ണിങ് പോയിന്റിൽ നിന്ന് കുറച്ചും കൂടെ താഴോട്ടൊന്ന് താഴ്ത്തി കൊടുത്തിട്ട് ബ്രേക്കിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് വണ്ടിയുടെ ഒരു റണ്ണിങ് പോയിന്റ് ഏതാണെന്ന്, അതായത് ഹാഫ് ക്ലച്ചിൻ്റെ റണ്ണിങ് പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അപ്പം നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് എടുക്കാൻ കഴിയും. ഇനി ഇങ്ങനെ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ വൈബ്രേഷൻ എങ്ങനെ മാറ്റാം? ഈ വൈബ്രേഷൻ മാറ്റാനായിട്ട് സിമ്പിളായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ ഈ റണ്ണിങ് പോയിന്റ്, അതായത് ഹാഫ് ക്ലച്ചിൻ്റെ റണ്ണിങ് പോയിന്റിൽ വണ്ടി എടുക്കുന്ന ടൈമിൽ ഒരു തരിക്ക് ആക്സിലറേഷൻ, ഒരു പൊടിക്ക് ആക്സിലറേഷൻ ഒന്ന് കൊടുക്കുമ്പോൾ വൈബ്രേഷൻ കുറയും. കാരണം നമ്മൾ ഹാഫ് ക്ലച്ചിൽ നിന്ന് അയക്കുന്ന സമയത്ത് വണ്ടി അനങ്ങി തുടങ്ങി. അപ്പോൾ നമ്മൾ മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പവറും കൂടി ചെറുതായിട്ട് കൊടുക്കുമ്പോൾ ആ വൈബ്രേഷൻ ഒഴിവായി കിട്ടും. കറക്റ്റ് റണ്ണിങ് പോയിന്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. ഇതിപ്പോൾ കറക്റ്റ് പോയിന്റ് വന്നു. ഇപ്പോൾ ഒരു 40% അയച്ചപ്പോഴാണ് ആ പോയിന്റ് വന്നത്. പോയിന്റ് വന്നിട്ട് ഇനി ഞാൻ ഇവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ വണ്ടി അനങ്ങും, എനിക്കതറിയാം. കറക്റ്റ് ആ പോയിന്റിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ചെറുതായിട്ട് ഒന്ന് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു. ദേ ലൈറ്റായിട്ട് ഇവിടെ ഒന്ന് ആക്സിലറേഷൻ ചവിട്ടി പിടിക്കുന്നു ചെറുതായിട്ട്. എന്നിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ പതുക്കെ അയക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി വൈബ്രേഷൻ ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് എടുക്കാം. ഇനി നിർത്താൻ നേരത്തെ എന്ത് ചെയ്യണം, ആദ്യം ഫുൾ ക്ലച്ച് ഔട്ടുക, എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക. ഈ ഒരു മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വണ്ടി എടുക്കുന്ന സമയത്തുണ്ടാകുന്ന വൈബ്രേഷൻ മാറ്റാം. കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വണ്ടി എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. ഹാഫ് ക്ലച്ച് എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ട് പകുതി ക്ലച്ച് നയിക്കുന്നതല്ല ഹാഫ് ക്ലച്ച്. ഹാഫ് ക്ലച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വണ്ടി അനങ്ങി തുടങ്ങുന്ന പോയിന്റ് ഏതിനെയാണോ ആ ഒരു പോയിന്റിനെയാണ് പ്രോപ്പർ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈബ്രേഷൻ വരാതിരിക്കാനായിട്ട് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് കാല് വെച്ചിട്ട് ഒരു ചെറിയ ആക്സിലറേഷനും കൂടെ കൊടുത്തിട്ട് വാഹനം എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വൈബ്രേഷൻ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പഴയ വാട്സപ്പിൽ ആരും കോൺടാക്ട് ചെയ്യരുത്. ആ നമ്പർ ഇപ്പം നിലവിലില്ല. അതുകൊണ്ട് പുതിയ ഒരു വാട്സപ്പ് നമ്പറാണ് ഉള്ളത്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നാളെ കാണാം. ഓക്കെ, ബൈ.